അടുത്തതായിട്ട് ബെൽസ് പാൽസി എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ വഴിയാണ് ബെൽസ് പാൽസി നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. അതിനുവേണ്ടി ഫിസിക്കൽ എക്സാമിനേഷൻ യൂസ് ചെയ്യാറുണ്ട്. അതുകൂടാതെ ബ്രെയിനിൻ്റെ ഇൻവോൾവ്മെന്റ് അറിയാനായിട്ട് MRI അല്ലെങ്കിൽ CT ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ നമ്മൾ കണ്ടു ഫേഷ്യൽ നെർവിന്റെ ഡാമേജ് ആണ്. സോ അതിന്റെ എക്സ്റ്റൻഷൻ എത്രമാത്രം ഉണ്ട്, ഡാമേജിന്റെ എക്സ്റ്റൻഷൻ എത്രമാത്രം ഉണ്ട് എന്നറിയാനായിട്ട് ഇലക്ട്രോമയോഗ്രാഫിയും ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് ട്രീറ്റ്മെന്റ് ആണ്. എന്തൊക്കെ മെഡിക്കേഷൻസ് ആണ് ബെൽസ് പാൽസിയിൽ ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ കണ്ടു ഫേഷ്യൽ നെർവിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ കംപ്രഷനോ കൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. അതുകൊണ്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടുള്ള കോർട്ടിക്കോസ്റ്റെറോയിഡ് ആണ് ഒന്നാമത്തെ മെഡിക്കേഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. രണ്ടാമതായിട്ട് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആന്റിവൈറൽ തെറാപ്പി നമ്മൾ കൊടുക്കാറുണ്ട്. പെയിൻ മാനേജ്മെന്റിന് വേണ്ടി അനാൽജസിക്സും കൊടുക്കാറുണ്ട്. ഇത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഐ പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു ആ അഫക്റ്റഡ് ഏരിയയിലുള്ള ഐ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കോൺസ്റ്റന്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ഐയിൽ ഐ ഡ്രൈനെസ്സും കോർണിയൽ ഡാമേജും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ഡേ ടൈമിലും നൈറ്റിൽ ഐ ഓയിൻമെന്റ്സും കൊടുക്കാറുണ്ട്. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഐ പ്രൊട്ടക്ഷൻ പാഡ്സും യൂസ് ചെയ്യാറുണ്ട്. Nidus Academy, India's #1 language academy.